ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തവാങ്ങിലാണ് ഇന്നൊരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, മുളയോണ്ട് നെയ്തെടുത്തൊരു തൂക്കുപാലം കാണണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് നല്ല കിടിലൻ അരുണാചലി ഫുഡ് ട്രൈ ചെയ്യണം. ഇതൊന്നും പോരാതെ ഇന്ത്യയിലത്തെ ലാർജസ്റ്റും ഏഷ്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റും ആയിട്ടുള്ള തവാങ് മൊണാസ്ട്രി പോയിട്ട് കാണണം. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. പ്രത്യേകിച്ച് വലിയ പ്ലാനോ പരിപാടികളോ ഇല്ലാണ്ടാണ് വൈകിയാണ് എനിറ്റത്. പക്ഷേ എനിട്ടൊന്ന് പോയി കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ബെഡ്. ഹോസ്റ്റലിലത്തെ വേറെയും 3 ബെഡുകളുണ്ട് കേട്ടോ, പക്ഷെ അവിടെ ആരുമില്ല. അപ്പം ഞാനിതൊരു പ്രൈവറ്റ് റൂമായിട്ടാണ് കണക്കാക്കണേ. ഒറ്റ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് റൂമൊക്കെ കുറ്റിയിട്ടിട്ടാണ് ഇന്നലെ കിടന്നത്. നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഉണ്ടല്ലോ കറണ്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങി. പക്ഷേ സ്വിച്ച് ഇട്ടില്ല. അപ്പം അതുകൊണ്ട് ക്യാമറയിലും ചാർജില്ല, ഫോണിലും ചാർജില്ല, ഒന്നിലും ചാർജില്ല. നമ്മുടെ പവർ ബാങ്കിനെ മാക്സിമം പിഴിഞ്ഞു വിറ്റാവുന്ന അത്രയും പിഴിഞ്ഞു വിറ്റിയിട്ടുണ്ട്. അവിടെ ഒട്ടും വെളിച്ചല്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ച് പ്ലാനോ പരിപാടികളോ ഇല്ലാണ്ടാണ് എനിക്കെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ തവാങ് വന്നത് മെയിനായിട്ട് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോണ യാത്രയ്ക്ക് മുമ്പ് നമ്മുടെ ശരീരത്തിനെ ഒന്ന് അക്ലമൈറ്റൈസ് ആക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചൈനീസ് ബോർഡറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പെർമിറ്റ് വേണം. അപ്പോൾ ആ പെർമിറ്റ് നമുക്ക് ഇവിടെ തവാങ്ങിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് കിട്ടുക. ആ പെർമിറ്റ് എടുക്കണം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഓക്കെ താങ്ക് യു. എൻ്റെ ബാഗ് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവരവിടുന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞാണ് ബാഗ് തുറന്നിരിക്കുകയെന്നല്ലോ. അപ്പോൾ താങ്ക് യു. ചിരിക്കുക കളിയാക്കിയിട്ടാ. അപ്പോൾ ഈ പെർമിറ്റ് എടുക്കാൻ DC ഓഫീസ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം എടുത്ത് കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ന് താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ഓണർ പറഞ്ഞു ആൾ വേറെ ആർക്കും വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കാൻ പോകുന്നുണ്ട്, പെർമിറ്റ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് എടുത്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ 6 മണിക്കാണ് ഈ പെർമിറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അയാൾക്ക് എന്തോ ചെറിയൊരു ഫീ കൊടുത്താൽ മതി. വേറൊരു കാര്യം, ഇവിടെ എടുക്കാൻ 100 രൂപയേ ഉള്ളൂ. നമ്മളായിട്ട് പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് എടുക്കാം. വേറെ ആരെങ്കിലുമായിട്ട് പോകുമ്പോൾ നമ്മളൊരു 300 തൊട്ട് 500 രൂപ വരെ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ടോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങളിതുപോലെ ഏജൻറ്റിനെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കണമെങ്കിൽ ഒരു കോപ്പിക്ക് 10 തൊട്ട് 15 രൂപ വരെ വരും. അപ്പം നമ്മൾ എങ്ങനെ പോയാലും ഒരു 150-200 രൂപ നമ്മുടെ ഫോട്ടോസ്റ്റാറ്റിന് മാത്രമായിട്ട് ചിലവാകും. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ DC ഓഫീസിൽ പോയി അത് കൊടുക്കുക, അതിൽ പേപ്പർ മേടിച്ചിട്ട് തിരിച്ചു വരിക. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ അടുത്ത് ഒരു വാർ മെമ്മോറിയലുണ്ട്. വാർ മെമ്മോറിയലിൽ പോയിട്ട് ഇത് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ആദ്യമേ പോയിട്ട് 6 മണി തൊട്ട് പിന്നെ എപ്പോൾ വേണമെങ്കിൽ കിട്ടും, അത് പോയി മേടിക്കാം. കാറുകൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ബൈക്കുകൾക്കാണ് ഇപ്പോൾ കൊടുക്കണേ. അങ്ങനെ റൂള് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ടാക്സി യൂണിയൻ കുറച്ച് അലമ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കാറുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നത് ഒഴിവാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പട്ടാളക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിലിങ്ങനെ നടക്കുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺ വാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബാക്ക് പാക്കർ ഹോസ്റ്റലിലെ ആളാണ് പറഞ്ഞത് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള അരുണാചലി ഫുഡ് ട്രൈ ചെയ്യാം. ബീഫൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല കിടിലൻ ബീഫ് ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതൊരു ഹോം സ്റ്റേ ആണ്, പക്ഷേ അവർക്ക് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിക്കണം. 250-300 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ്, ഇത് ഓൾഡ് മാർക്കറ്റ് ഏരിയ ആണ്. ഇതിലെങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഈ മാർക്കറ്റ് ഏരിയയിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ലോക്കലായിട്ട് ആൾക്കാർ വിൽക്കുന്ന ഇങ്ങനെ ചൂല്, കൊട, ഇതേ നമ്മുടെ പോലത്തെ ഗ്ലൗസ് കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു റൗണ്ട് ഇങ്ങനെ നോക്കി ഗ്ലൗസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ റൈഡിംഗ് ഒന്നും കിട്ടുന്നില്ല. കിട്ടും കേട്ടോ, പക്ഷേ ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സംഭവമാണ് കേട്ടോ, ലിക്കർ സ്റ്റോർ, വൈൻ സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള തുണിക്കടകൾ, വൂളൻ വെയർ, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അവിടെ വേറൊരു വൈൻ ഷോപ്പ്, ഇവിടെ വേറൊരു വൈൻ ഷോപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ വൂളൻ ഡ്രസ്സുകൾ, സുവനിയേഴ്സ് വിൽക്കുന്നത്. പിന്നെ ആർമി സ്റ്റോറുകളുണ്ട് കേട്ടോ, മിലിറ്ററി സ്റ്റോറുകൾ. ഇതൊക്കെ മിലിറ്ററി ആൾക്കാർക്ക്, ഇവിടെ നിറയുണ്ടല്ലോ മിലിറ്ററി ആൾക്കാർക്ക്, അവർക്ക് വേണ്ട ഐറ്റംസ്, അവർക്ക് വേണ്ട ഷൂസും അവരുടെ മറ്റേ ക്യാമോഫ്ലാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ ഇതൊക്കെ കൂടാണ്ട്
ഫ്ലാസ്ക് കിട്ടും കേട്ടോ. അത് നമ്മളിങ്ങനെ ഈ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ തണുപ്പുള്ള ഏരിയയിൽ എന്താ പറയുക ഹിമാലയത്തിൻ്റെ ഏരിയയിൽ വരുമ്പോൾ ബുദ്ധിസ്റ്റ് കോൺസെൻട്രേഷൻ കൂടിയ ഏരിയയിൽ ഇപ്പോഴും കാണാനാണ് 5 ലിറ്ററിൻ്റെയൊക്കെ ഫ്ലാസ്ക്, വലിയ ജോയിൻറ്റ് ഫ്ലാസ്ക് ഞാൻ ഈ എവിടെയെങ്കിലും കാണുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ക്രോക്കറി, ചൈനീസ് ക്രോക്കറി, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്ന കടയുണ്ട്. നോക്കിയേ എന്തോരം ആർമി ട്രക്സ് എന്നറിയാം പോണേ, ട്രക്കല്ല ജീപ്പുകളും ഒക്കെ ആയിട്ട്. ആഹാ, ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടന്നു വന്നതാണ്. ഈ ഭാഗത്ത് എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. പറഞ്ഞ് നാക്കെടുത്തില്ല, അതിന് മുമ്പ് ഇതേ ഫ്ലാസ്കിൻ്റെ കട വന്നു കേട്ടോ. ഫ്ലാസ്കും ഇതുപോലെ ചൈനീസ് ക്രോക്കറി നല്ല രസമായിട്ടോ അത് കാണാൻ. നോക്കിയേ വലിയ വലിയ ഫ്ലാസ്കുകൾ ഇരിക്കണേ. ഇതൊക്കെ 5 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. 3 ലിറ്റർ 5 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്, വലിയ വലിയ ഫ്ലാസ്കുകൾ. അതിൽ മിക്കതിലും ഇങ്ങനെ ടിബറ്റൻ ഫോണ്ടിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ ടിബറ്റൻ ഇതിലാണ് എഴുതിയേക്കണേ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ചൈനീസ് ക്രോക്കറി. നമ്മൾ ഭൂട്ടാനിൽ പോയപ്പോഴും ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ ബൈക്കിൽ പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. നമ്മൾ ഒരു ബാക്ക് പാക്ക് വെച്ചിട്ട് ബൈക്കിൽ കെട്ടിയിട്ടൊക്കെയാണല്ലോ പോകണത്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചായ ഗ്ലാസ് പോലെയൊക്കെ നല്ല രസമുണ്ട്. നല്ലത് മേടിച്ചുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് വിചാരിച്ച റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. മോൺ വാലി റെസ്റ്റോറൻറ്റ് എന്നാണ്. അപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ പൂക്കൾ നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഞാൻ ദൂരം കണ്ടപ്പോൾ മറ്റേ ഫേക്കാന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷേ ഒറിജിനൽ പൂക്കളാണ്. എന്ത് രസമാണെന്ന് നോക്കിയത്. പൂക്കൾ മാത്രമേ ഉള്ളൂ, എല്ലാം കുറവാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഓഫ് സീസണാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാഗാദാവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്താണ്. അതുകൊണ്ട് മിക്ക റെസ്റ്റോറൻറ്റ്സിൽ നോൺ വെജ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നോൺ വെജ് ഇപ്പോൾ കിട്ടുമെന്ന്. അപ്പോൾ ആൾ കിട്ടുന്നതാണ് പറഞ്ഞത്. കയറാം. ബീഫ് തുപ്പ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പീക്ക് ടൈമിലാണ് ഞാൻ ഇവിടെ വന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം കിട്ടിയേക്കുന്ന സീറ്റ് ചുമരിനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സീറ്റാണ്. വേറെ എല്ലാത്തിലും ആൾക്കാർ ഇരിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണു, സീറ്റ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു ബീഫിൻ്റെ ഐറ്റംസാണ് ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ബീഫ് തുപ്പ പറഞ്ഞു കേട്ടോ. അതായത് ഇവിടെ ഭാഷ എന്നാണ് ഇവർ പറയണത്. നമ്മുടെ രജനീകാന്തിൻ്റെ ഭാഷയല്ല, BHA അതാണ് ഭാഷ എന്നാണ് ബീഫിന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറെയും കുറേ ഡിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാംബൂ റിലേറ്റഡ് ആയിട്ട് നോർത്ത് ഈസ്റ്റിൽ കുറേ സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ഈ ബീഫും ബാമ്പും കൂടി ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ അതിന് ഭയങ്കര സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തുപ്പ പറഞ്ഞു, ബീഫ് തുപ്പ പറഞ്ഞു. അത് അപ്പുറത്ത് വന്നിരുന്ന ആൾക്കാർക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടോ. തന്നെ അവരെന്തോ മോമോസ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞേക്കണേ. ലുക്സ് വെരി പ്രോമിസിങ്. അപ്പോൾ എന്നിട്ട് തുപ്പ പോലെ തന്നെ നമുക്ക് ഹിമാചലിലൊക്കെ കിട്ടണ പോലെ തുപ്പ തന്നെ. പക്ഷേ അതിൻ്റെ അകത്ത് ബീഫുണ്ട്, ക്യാബേജ് പോലെ എന്തോ ഉണ്ട്, സെലറി പോലെ എന്തോ ഉണ്ട്, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. സൂപ്പ് ഇങ്ങനെ ഞാൻ വന്നപ്പോൾ വിചാരിച്ചു ഭയങ്കര ക്രീമിയാണ്. പക്ഷെ അത്ര ക്രീമി അല്ല, അങ്ങനെ വാട്ടറിയാണ്. എരിവും കാര്യങ്ങളൊന്നും നോക്കിയില്ല. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇവരുടെ ഒരു ചില്ലി ഉണ്ട്, പിന്നെ വേറൊരു ചില്ലി പേസ്റ്റ് അല്ല ടൊമാറ്റോ ചില്ലി ഒരു പേസ്റ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എൻ്റെ മുഖത്തെ സന്തോഷവും എൻ്റെ വായിൽ വെള്ളം വരുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് മനസ്സിലാവുണ്ടാവും എത്രത്തോളം എനിക്ക് രസിക്കുന്നുണ്ടെന്ന്. നമുക്ക് ആദ്യം ബീഫിൻ്റെ കഷ്ണം കഴിച്ചു നോക്കാം കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഒട്ടും ഫ്ലേവർഫുൾ അല്ല കേട്ടോ. ഇങ്ങനെ വളരെ മൈൽഡായിട്ടുള്ള ഫ്ലേവറേ ഉള്ളൂ. ബീഫിനും അതെ, ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ബീഫാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വേണം നമ്മുടെ ആ ഒരു ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഈവൻ ഉപ്പ് വരെ ഭയങ്കര മൈൽഡാണ്. പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങി കേട്ടോ. 150 രൂപ ആയിട്ടുള്ളൂ കേട്ടോ, ആകെ 150 രൂപ. അടിപൊളി ഫുഡ്. അതിൻ്റെ അകത്തേക്കൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, അതിങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ എന്താ പറയുക സ്കെച്ചാണ്. അതിൽ അവർ മസാലയും കാര്യങ്ങളൊക്കെ ആ സാധനങ്ങളൊക്കെ തരുമ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യണ പോലെ
അപ്പോൾ നമ്മുടെ രുചിക്ക് അനുസരിച്ചാണ് നമുക്ക് അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അന്ന് രാത്രി ഞാൻ ഇവിടെ തന്നെ വരും. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ മീൽസ് കഴിച്ചേ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചിക്കൻ ചില്ലി ഡ്രൈ ഓർഡർ ചെയ്തിരുന്നു. അത് കാണുമ്പോൾ തന്നെ കൊതിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൻ്റെ ഇടയ്ക്ക് നടക്കുകയാണ്. നമുക്ക് മൊണാസ്ട്രിയിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നമുക്ക് മൊണാസ്ട്രി കാണാം കേട്ടോ. ആ കാണുന്നതാണ് തവാങ് മൊണാസ്ട്രി കേട്ടോ. എന്ത് വലുതാന്ന് നോക്കിയേ, ഒരു വലിയ ഏരിയ ആണ് കേട്ടോ. കുന്ന് മൊത്തം ആ മൊണാസ്ട്രിയാണ്. ഭയങ്കര രസമായിട്ട് ഇവിടെ നിന്ന് കാണാൻ. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ട് നമുക്ക് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകാം. റൂമിൽ പോയി വണ്ടി എടുത്തു തിരിച്ചിറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മൊണാസ്ട്രിയിലേക്കല്ല, മൊണാസ്ട്രി ആ ഭാഗത്ത് എവിടെയാണ്. നമ്മൾ നേരെ പോകുന്നത് മുളയോണ്ട് നെയ്ത ഒരു തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 21 കിലോമീറ്റർ 59 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് വെറുതെ ഒന്ന് മാപ്പിട്ട് നോക്കിയപ്പോൾ അത്രയും ദൂരമുണ്ട്. ഇപ്പം തന്നെ സമയം 3:38 ആയിട്ടുണ്ട്. നമ്മൾ മൊണാസ്ട്രി പോയിട്ട് തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇരുട്ടാവും. അപ്പോൾ ഇരുട്ടത്ത് പോയി ബ്രിഡ്ജ് കണ്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നേരെ ബ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് തിരിച്ച് ഇരുട്ടാകുമ്പോഴത്തേക്കും മൊണാസ്ട്രിയുടെ ഭാഗത്തേക്ക് എത്താമെന്ന് വിചാരിച്ചു. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഇവിടുന്ന് വഴി കണ്ട വളഞ്ഞ് 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 നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യമായിട്ടാണ് നെൽകൃഷി കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നെൽകൃഷിയാണ്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ട് അതിൽ നെല്ലിൻ്റെ കൃഷിയാണ്. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തുമായിരിക്കും ചിലപ്പോൾ. കറങ്ങി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണേണ്ടതാണ്. അപ്പോൾ ഇതൊരു വാലി പോലെയാണ്. അപ്പോൾ ആ വാലിയുടെ ഇടയിൽ നിറച്ച് വീടുകളും ഇതുപോലെ നെൽകൃഷിയാണ് കേട്ടോ. എൻ്റെ അമ്മോ എന്ത് രസമാണ് നോക്ക്. ഇവിടെ അതെ കേട്ടോ, നെല്ലല്ലേ ഗോതമ്പാണോ? വെള്ളം കാണില്ല. കേരള हाँ कितना दिन से था? मैं कल आया तवांग. हाँ अच्छा, ये बाइक लेके? हाँ कैसे था? बहुत अच्छा है. हाँ ये मेरा विलेज. अच्छा, ये नाम क्या है विलेज का? शरणुप. 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 अच्छा अच्छा. ये टाउन का मोस्ट ब्यूटीफुल विलेज. हाँ बहुत 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 ब्यूटीफुल है. आप क्या करते हो? मैं अभी ग्रेजुएट होके ऐसे बैठा हूँ. अच्छा अच्छा, ओके ओके, താങ്ക് യു. ഒരു പയ്യനെ ഇടയിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ചോദിക്കുമായിരുന്നു എന്താണ് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ എൻ്റെ വില്ലേജാണ്, തവാങ്ങിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വില്ലേജാന്നൊക്കെ പറഞ്ഞു കേട്ടോ. തവാങ് ഡിസ്ട്രിക്റ്റിലെ നെൽകൃഷിയാണോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ആ പച്ചപ്പിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. നമസ്തേ. എന്ത് രസമാണ്. നമ്മുടെ നാടിൻ്റെയും ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ആ പച്ചപ്പാണ്. ഇവിടെ വന്നപ്പോൾ എന്ത് രസമാണ്. ഇവിടെ ആൾക്കാരൊക്കെ പണിയെടുക്കണു പാടത്ത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഹോം സ്റ്റേസ്, താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഒരു പട്ടിക്കുട്ടി നിൽക്കണമെങ്കിൽ. ഹലോ. അപ്പോൾ ഇതിലെ നമുക്ക് ഇനിയും ഒരു 4.4 കിലോമീറ്റർ ഉണ്ട്, 14 മിനിറ്റ്. പിന്നെ ഇതുപോലെ തന്നെയാണ് വഴി, ഇങ്ങനെ വളഞ്ഞാണ്. കുറച്ച് മോശമാണ് വഴി. അതായത് കാണുമ്പോൾ റോഡിനും തോന്നും, പക്ഷേ ഇങ്ങനെ കുണ്ടും കുഴിയായിട്ടാണ് മൊത്തം. ഇവിടെ ഒരു ബ്രിഡ്ജുള്ള കാര്യം എനിക്കറിയായിരുന്നു, പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വെള്ളം കുത്തിയൊലിച്ച് പോകുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് കുറുകെ ആയിരിക്കണം ഈ പറഞ്ഞ ബ്രിഡ്ജ്. അവിടെ ഒരു ഗ്രാമം കാണുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്തി. 2 മിനിറ്റ് കൂടെ ഉള്ളൂ, 550 മീറ്റർ. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കണം. മാപ്പ് അങ്ങോട്ടാണ് കാണിക്കണേ, പക്ഷേ ഇത് ഇവിടെ ഒരു ബോർഡുണ്ട്, വേ ടു ചക്സാം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ബൈക്ക് പോവില്ല, സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. സ്റ്റെപ്പ് ഇറങ്ങി നമ്മളൊരു കവാടത്തിൻ്റെ അകത്ത് കൂടെ കടന്ന് ദേ ഇവിടെ സൈഡിലൊരു നീണ്ട മാനയുണ്ട് കേട്ടോ. നല്ല ലോങ് മാനയാണ്. ഈ മാനയും കടന്നിട്ടാണ്
ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാക്സാം ബ്രിഡ്ജിനുണ്ടല്ലോ ഇവിടുത്തെ കൾച്ചറൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഞാൻ ഇത്രയും നേരം ഇത് മുളയോണ്ട് നെയ്താന്ന് പറഞ്ഞെങ്കിലും ഇത് ശരിക്കും ഒരു അയൺ ബ്രിഡ്ജാണ് കേട്ടോ. അതെൻ്റെ സെല്ലിംഗ് പോയിൻ്റ് ആയിരുന്നു. പക്ഷേ അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ ബ്രിഡ്ജ് പണിതേക്കുന്നത് 1420-ലാണ്, 600 കൊല്ലം മുമ്പ്. ഇരുമ്പിൻ്റെ ചങ്ങലകളുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് അവിടെ പോയി ഒരുമിച്ച് കാണാം. സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഉടനെ ഇവിടെ ബ്രിഡ്ജിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഷി ദലക്, അത് അവരുടെ നമസ്കാരം പോലെ എന്തോ ആണ്. വി ദ വില്ലേജേഴ്സ് ഓഫ് മോക്തോ, ഗ്യാം കലങ് ആൻഡ് മിർബ വെൽക്കം ടു ചാക്സാം ബ്രിഡ്ജ്. അപ്പോൾ പിന്നെ കുറേ ഡീറ്റെയിൽസ്. ചാക്സാം എന്ന് പറഞ്ഞാൽ 2 വേർഡാണ്. ചാക്ക് എന്ന് പറഞ്ഞാൽ അയണ്ണും, ജാം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്നുമാണ്. പിന്നെ ഇത് പണിതേക്കുന്നത് താങ്തോൺ എന്നാണ് കേട്ടോ ഇത് വായിക്കാം. താങ്തോൺ ഗ്യാലോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാമയാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇവിടെ 700 ഇയർ എന്നാണ് എഴുതിയേക്കണേ. പക്ഷേ ഞാൻ നെറ്റിൽ വായിച്ച 600 വർഷം എന്നാണ്. 1420 പണിതു എന്നാണ്. അപ്പോൾ 1962 ഇൻഡോ ചൈന വാറിൻ്റെ ഇടയിൽ ഈ ബ്രിഡ്ജിന് നേരെ ഒരു ഷെല്ലാക്രമണം ഉണ്ടായി ഇത്ര. എന്നിട്ട് പോലും ആ ബ്രിഡ്ജിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതായത് ബ്രിഡ്ജ് നശിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഷെല്ലാക്രമണം ഉണ്ടായി. പക്ഷേ നാശമായില്ല. അമ്പമ്പൂ. അപ്പോൾ അതിവിടെ ആ ബ്രിഡ്ജിൻ്റെ വടമൊക്കെ വലിഞ്ഞ് കെട്ടിയേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് അകത്തേക്ക് കയറാനുള്ളൊരു കവാടം പോലെയാണ് കേട്ടോ ഇത് പണിതേക്കുന്നത്. അപ്പോൾ അതേ ഇരുമ്പിൻ്റെ എന്തോ സംഭവം അടിച്ചിറക്കിയേക്കാണ് കേട്ടോ നിലത്തേക്ക്. അപ്പോൾ ഈ ചങ്ങലയൊക്കെ 1420 പണിതാണ്. എന്നിട്ട് അതുകൊണ്ട് അവർ ഒരു മെഷ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മുളയോണ്ട് ഇങ്ങനെ നെയ്ത് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. എന്താ പറയുക, ഒരു നമ്മൾ ഈ കിടന്ന ആടർ ഊഞ്ഞാലില്ലേ അതുപോലെ ഉണ്ട്, ഹാമോക്ക് പോലെ ഉണ്ട്. ഓ, ശരിക്കും ഒരു എഞ്ചിനീയറിങ് മാർവലാട്ടോ. ഈ താഴെ പോയേക്കുന്ന 2 ചങ്ങല ഇതല്ലാതെ ഉണ്ടല്ലോ ഇവിടെ ഒരു ചങ്ങലയുണ്ട്. 1, 2. ഇത് രണ്ടും ആ അറ്റത്തേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ എൻട്രൻസിൽ ഇത് ഈ ഭാഗത്ത് എവിടെയാണ് അത് ഫിക്സ് ചെയ്തേക്കണം കണ്ടോ. അത് ഇവിടെ വരെ കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് അത് നിലത്തേക്ക് ഹാങ്കർ ചെയ്തേക്കുക അങ്ങനെ എന്തോണ്. അല്ല, ഇവിടെ വരെ ഉള്ളൂ. അതേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ വരെ എന്തോ ചെയ്ത് വെച്ചേക്കാണ്. അതേപോലെ ആ സൈഡിലുണ്ട്. അപ്പോൾ 1, 2 നിലത്ത് 2, 3, 4 ഇപ്പോഴത്തെ സൈഡിൽ 5, 6. അപ്പോൾ ഈ 6 ചങ്ങലകൾ വെച്ചിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയേക്കണേ. പിന്നെ അതിൽ എന്തോ മെഷ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാംബൂൻ്റെ ഈ സംഭവം ഇട്ടേക്കാണ് കേട്ടോ. നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലെത്തി കേട്ടോ. അപ്പോൾ ഇതിലെ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകണം. നമുക്ക് ഇവിടെ അതിൻ്റെ ഡ്രോപ്പിങ്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആടും അതും ഇതൊക്കെ നടക്കണത്. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ. ആ ചങ്ങലയുടെ അറ്റത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. മറ്റേ സൈഡിലെ പോലെ തന്നെ ഇവിടെയും അത് ആങ്കർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രസമല്ലേ. 600 കൊല്ലം അല്ലെങ്കിൽ 700 കൊല്ലം, അവിടെ എഴുതിക്കണ 700 കൊല്ലം എന്നാണ്. ഇത്രയും കൊല്ലം മുമ്പ് മനുഷ്യനുണ്ടാക്കിയതാണത്. അപ്പോൾ ഈ സൈഡിൽ വേറൊരു ഇപ്പോഴത്തെ പുതിയ മനുഷ്യൻ്റെ ഒരു പാലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കോൺക്രീറ്റൊക്കെ വെച്ച് പിന്നെ അയൺ മറ്റേ വടമൊക്കെ അവിടെ ആങ്കർ ചെയ്ത് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കണേ. അത് കുറച്ചും കൂടി എന്താ പറയുക വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലാണ്. പക്ഷേ ഇതിൽ ബൈക്കൊന്നും വരുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും കുറച്ചും കൂടി വീതി കൂടുതലാണ്. ഇപ്പോൾ ഒരു 2 മീറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 1.5 മീറ്റർ വീതി ഉണ്ടാവുമായിരിക്കും. ഈ സൈഡിൽ കൂടെ കുത്തി ഒലിച്ച് പോകുന്നുണ്ടല്ലോ, അത് തവാങ് നദിയാണ് കേട്ടോ. തവാങ് നദിയാണ് ആ പോകുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറുകെയാണ് ഈ 2 പാലങ്ങളും. അപ്പോൾ ഈ താങ്തോങ് ഗ്യാൽപോ എന്ന് പറഞ്ഞ ആൾ ഈ ഇത്രയും വർഷം മുമ്പ് ഇത് പണിയുമ്പോൾ
ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അന്ന് ഇത്രയും ഇരുമ്പൊക്കെ കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട്, ഇതിപ്പോൾ ഇത്ര കൊല്ലമായിട്ട് ഇത് നാശമായിട്ടില്ല. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള ഇരുമ്പൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണെന്ന് മാത്രമല്ല പൈസയും ചിലവ് കൂടുതലാണ്. അപ്പോൾ അന്ന് അങ്ങേരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല, അങ്ങേര് ഒരു ലാമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള അടുത്തുള്ള ഭാഗത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇവർ ഡാൻസും അങ്ങനത്തെ മ്യൂസിക് പെർഫോമൻസൊക്കെ നടത്തി ടിക്കറ്റ് പോലെ, അതായത് അന്നത്തെ കാലത്ത് ടിക്കറ്റ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു സംവിധാനമായിരിക്കും, പക്ഷെ എന്തായാലും ഇതുപോലെ ഡാൻസും പാട്ടും ഒക്കെ നടത്തി ആൾക്കാർ വന്ന് അതിന് ടിക്കറ്റിൻ്റെ പൈസ എടുത്ത് ആ പൈസ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് പണിത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഇതിന് വലിയൊരു ഇപ്പം എന്താ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ കാലത്ത് ഈ റിവർ ക്രോസ് ചെയ്യാൻ വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, ഇങ്ങനെ കുത്തി ഒലിച്ച് പോകുന്ന റിവറാണ്. അപ്പോൾ ഇത് ഈ രണ്ട് വില്ലേജുകളും അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള വില്ലേജുകൾ തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു പാലമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരുപാട് ബിസിനസ്സിന് സഹായിച്ച ഒരു സാധനമാണ്. അതായത് കച്ചവടമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ബ്രിഡ്ജിനെ സഹായം തേടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഭാഗത്തെ എക്കോണമി വരെ ഈ ബ്രിഡ്ജ് കാരണം വളർന്നു എന്നാണ് പറയുന്നത്. ഞാനിവിടെ അങ്ങനെ കൂടിയിട്ടാ, നല്ല രസമുണ്ട് ഇതിലിങ്ങനെ ഇരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഊഞ്ഞാല് പോലെ തന്നെ, അതേപോലെ ഉണ്ട്. കാലൊക്കെ കയറ്റി വെച്ചാൽ നല്ല സുഖമാണ്. ഇരുട്ടായി തുടങ്ങി, പോരാത്തതിന് ചെറുതായിട്ട് മഴയും ചാരി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഈ കുറച്ച് നേരം കൂടി ആ പാലത്തിൽ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. നല്ല സമാധാനമായിരുന്നു. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടെ പാലാ ചെറിയ കാറ്റത്ത് ഇങ്ങനെ ആടുണ്ട്. അപ്പോൾ ഒരു തൊട്ടിൽ ഫീല്, പിന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് നല്ലതായിരുന്നു. നമ്മൾ മൊണാസ്ട്രിയുടെ പല ഗേറ്റുകളിലും ഒന്നിൻ്റെ ഫ്രണ്ടിൽ വണ്ടീനെ കൊണ്ട് പാർക്ക് ചെയ്തു കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ പുൽമേടാണ് കേട്ടോ. ആ മലയുടെ മുകളിൽ എന്ത് രസമാണെന്നറിയോ, അവിടെ നിറച്ച് വീടുകളാണ്. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. താഴെ എന്തോ വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, കാട് പോലെയാണ് കേട്ടോ താഴെ കാണുന്നത്. അപ്പോൾ അതേ നമ്മൾ മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് തവാങ് മൊണാസ്ട്രി കേട്ടോ. അപ്പോൾ തവാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവാങ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കല്ല. ത എന്ന് പറഞ്ഞാൽ കുതിര, വാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോസൻ, അതായത് തിരഞ്ഞെടുത്തതെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ തവാങ് ഗാർഡൻ നാംഗ്യാൽ ലാറ്റ്സെ എന്നാണ് ശരിക്കും ഈ മൊണാസ്ട്രിയുടെ ഫുൾ നെയിം വരുന്നത്. അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിവൈൻ പാരഡൈസ് ഓഫ് കംപ്ലീറ്റ് വിക്ടറി ചോസൻ ബൈ എ ഹോഴ്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുതിര തിരഞ്ഞെടുത്ത പൂർണ്ണ വിജയത്തിൻ്റെ ദിവ്യ പർദീസ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അതെന്തുകൊണ്ടാണ് ഈ കുതിര തിരഞ്ഞെടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. ഞാനിങ്ങനെ മൊണാസ്ട്രിയുടെ സൈഡിൽ കൂടെ നടന്ന് ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നിരുന്ന കേട്ടോ. അവിടെ വന്നിരുന്നപ്പോൾ ഒരു പട്ടിക്കുട്ടി അവിടെ നിന്ന് നടന്നു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമായിട്ട് വന്നിട്ട് കൈയൊക്കെ ബാഗിൻ്റെ മുകളിൽ വെച്ച് വന്ന് സ്നേഹത്തിൽ വന്നിരുന്നു. അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കേട്ടോ. അതാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. ഇടയിൽ ഇങ്ങനെ ലാമാസൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തം മൊണാസ്ട്രിയുടെ ചുറ്റുമതിലിനുണ്ടല്ലോ 268 മീറ്ററോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള, ഞാനങ്ങനെ കൈ നക്കുമ്പോൾ ഇങ്ങനെ നോക്കുക തന്നെ, അത്രയും വലിയൊരു മൊണാസ്ട്രി. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ഇന്ത്യയിലത്തെ ലാർജസ്റ്റും ഏഷ്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റുമാണ്. അപ്പോൾ ഈ മൊണാസ്ട്രിയുടെ സ്ഥാപകൻ മിറാക് ലാമ ലോദ്രെ ഗ്യാറ്റ്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഒരു ലാമയാണ്. 5th ദലൈലാമയുടെ ആഗ്രഹപ്രകാരമാണ് ഈ ലാമ ഈ മൊണാസ്ട്രി ഇവിടെ പണിയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ ഒരു മൊണാസ്ട്രി പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതിനാണ് ഒരു കുട്ടി നടന്നു പോകുന്നത്. കുട്ടിയുടെ ഒച്ചയാണ്.
അപ്പോൾ ഈ മൊണാസ്ട്രി പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം തപ്പി നടക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത്. അങ്ങനെ സ്ഥലം കിട്ടാതെ മടുത്ത് അദ്ദേഹം ഒരു ഗുഹയിൽ പോയിട്ട് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അത് ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ കുതിര കാണാനില്ല. അങ്ങനെ കുതിര തപ്പി വന്നപ്പോൾ ഒരു കുന്നിൻ്റെ പുറത്ത്, അതായത് ഈ കുന്നിൻ്റെ പുറത്താണ് കുതിരയുള്ളത്. അപ്പോൾ അങ്ങനെ അതൊരു ഡിവൈൻ ഒരു ഇതായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ആ കുതിര കണ്ടുപിടിച്ച സ്ഥലം അവർ മൊണാസ്ട്രി പണിയുന്നു കേട്ടോ. പണ്ട് ഏതൊരു ഒരുപാട് കാലം മുമ്പ് പോവാണോ ഒരു രാജാവിൻ്റെ ഒരു കൊട്ടാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ മൊണാസ്ട്രി ഇവിടെ പണിയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ആ ഒരു പീസ്ഫുൾ കാം അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് കുറച്ചും കൂടി നടത്തും. ഇവിടെ മറ്റേ സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളും മറ്റേ ബുദ്ധിസം പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. ചിലപ്പോൾ കാണാൻ പറ്റില്ല, നടന്നു നോക്കാം. മൊണാസ്ട്രിയുടെ ഉള്ളിൽ നിറച്ച ഇടവഴികളാണ് കേട്ടോ. അപ്പോൾ ഈ ഇടവഴി കൂടെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ലാമമാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ കാലുകൾ കൊടുത്ത് അതിൻ്റെ മുകളിലാട്ടോ അതൊക്കെ പണിതേക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഈ വഴിയൊന്നും ആൾക്കാരങ്ങനെ നടക്കുന്നില്ല, ടൂറിസ്റ്റ് വരുന്നവരൊന്നും. ഇവിടുത്തെ ലോക്കൽസ് മാത്രമേ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പൂച്ചയെന്ന് നോക്കി എന്ത് രസമാണ്, ഒരു ഗുണ്ടുമണി പുലിയുടെ ഒക്കെ പുലിരിക്കുന്നു. അപ്പം നമുക്കുണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പിൽ നോക്കുമ്പോൾ ആ തവാങ് മൊത്തം ടൗൺ കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. മൊത്തം തവാങ് ഇങ്ങനെ കാണാം. പിന്നെ നിറച്ച് മേഘമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതേ ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് കാണുമ്പോൾ നമുക്ക് ആ തവാങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതിങ്ങനെ ഒരു കുന്നിൻ്റെ ചെരുവിലാണ് പണിതെന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ, ഇടയ്ക്ക് മുകളിലേക്ക് സ്റ്റെപ്പ്, ഇവിടെ താഴേക്ക് സ്റ്റെപ്പ്, അങ്ങനെ ഒരു എന്താ പറയുക മറ്റേ ധാരാവിയിലെ ഗള്ളികളൊക്കെ പോലെ കേട്ടോ. നിറച്ച് ഗള്ളികളായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ. അതൊക്കെ ആൾക്കാർ മീൻസ് ഇവിടുത്തെ ലാമകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. കുറച്ചധികം നേരം മൊണാസ്ട്രിയുടെ ഉള്ളിൽ കറങ്ങി നടന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വന്നേക്കാണ് കേട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, ചെറുതായിട്ടല്ല അത്യാവശ്യം നന്നായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മളിന്ന് നമ്മുടെ ഈ ട്രിപ്പിലത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. 15,200 feet എബവ് സീ ലെവൽ കയറുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ബുംല പോവാണ്. അപ്പോൾ റൂമിൽ ചെന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതൊക്കെ ഇറങ്ങണം, നമുക്ക് ബുംല പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനി നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേറ്റായി പോകും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഫുഡും നമ്മൾ ഇന്നലെ പോയ ബ്രിഡ്ജും പിന്നെ ഈ മൊണാസ്ട്രി ഒക്കെ കൂടി നല്ല അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൻപിൻ സ്റ്റോറീസിലെ ഫാമിലിയിലെ എല്ലാവർക്കും ഒരു ബൈ.